പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച MES കോളേജ് കൊച്ചി AICTE അംഗീകാരവും MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, BCom മാർക്കറ്റിംഗ്, BBA, BCA, BA ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് 2024-25 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു. യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് 3 വിഷയങ്ങൾക്ക് 80% കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു. ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു. MES കോളേജ് കൊച്ചി, മുണ്ടംവേലി, നിയർ തോപ്പുംപടി, കൊച്ചി. Contact 0484298067 7902980067. പറവൂർ ടൗണിലെ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരിച്ചു. പറവൂർ ടൗണിലെ കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. 107ാം ബൂത്തിൽ അനുസ്മരണ ചടങ്ങ് മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ കണ്ണീര് ഉണങ്ങാത്ത ദിനങ്ങളാണ് ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇത്രയേറെ ജനങ്ങളുമായിട്ട് സംവദിക്കുകയും ജനങ്ങളായിട്ട് ഇടപെടുകയും ജനങ്ങളോടൊത്ത് വസിക്കുകയും ചെയ്ത ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ തന്നെയല്ല ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ നിര്യാണ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ വസതിയിലും അതിനുശേഷം ഇങ്ങോട്ട് വന്ന് വിലാപയാത്രയിലും ജനലക്ഷങ്ങളാണ് പങ്കെടുത്തത്. തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് വരാൻ 3.5 മണിക്കൂർ മാത്രം വേണ്ടെടുത്ത് ഒരു രാവും പകലും നീണ്ട യാത്രയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ബോഡി വഹിച്ചുകൊണ്ട് വന്ന വിലാപയാത്ര നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ശ്രീ ഉമ്മൻചാണ്ടി 1 വർഷത്തിന് ഇപ്പുറവും അദ്ദേഹം ജനമനസ്സുകളിൽ ജീവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കല്ലറയിലെ ജനലക്ഷങ്ങളാണ് ഈ 1 വർഷത്തിനിടയിൽ വന്നു പോയിട്ടുള്ളത്. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് സഹായം അഭ്യർത്ഥിച്ച് ഇപ്പോഴും ചെല്ലുകയാണ്. കാരണം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും പരാതികൾക്ക് പരിഹാരം കൊടുക്കാൻ, അവരുടെ പരാതികൾ കേൾക്കാൻ, അവരോടൊത്ത് അവരുടെ ചിരികളിൽ പങ്കുചേരാൻ, ദുഃഖങ്ങളിൽ പങ്കുചേരാൻ, അവർ എല്ലാത്തിനും ശ്രീ ഉമ്മൻചാണ്ടി. MJ രാജു, രമേശ് ടി കുറുപ്പ്, B മഹേഷ്, പൗലോസ് വടക്കുംചേരി, സോമൻ മാധവൻ, ലിജി ലൈഘോഷ്, പ്രശാന്ത് അംബുജാക്ഷൻ, ഗോപാലകൃഷ്ണൻ, അനിൽകുമാർ, രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ കേരളവും ജനാധിപത്യ കേരളവും കണ്ടതാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ വേർപാട്. ആ ഉമ്മൻചാണ്ടിയുടെ വേർപാടിൽ അദ്ദേഹത്തിൻ്റെ ശവം പഞ്ചം വഹിച്ചുകൊണ്ടുള്ള വാഹനത്തിൻ്റെ പിന്നാലെ ആയിരക്കണക്കിന് ആളുകൾ ഓടി ആർത്തലത്ത് നെഞ്ചോടടിക്കുന്ന ഒരു കാഴ്ച ഞാനും നിങ്ങളും കണ്ടതാണ്. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ന്യൂസ് ബ്യൂറോ, പറവൂർ.